Next, seventh question. Using the numbers 2, 3 and 5 and operators plus and minus and brackets as necessary, generate expressions to give us many different values as possible. അപ്പോൾ ഇവിടെ നമ്മളുടെ 2ഉം 3ഉം 5ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം, പ്ലസും മൈനസും യൂസ് ചെയ്യാം, അതേപോലെ ആവശ്യാനുസരണം നമുക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്ന എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്പേഴ്സ് 2ഉം 3ഉം 5ഉമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഓപ്പറേഷൻസ് പ്ലസും മൈനസും യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതുപോലെ ബ്രാക്കറ്റ്സ് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 minus 3 plus 5 is equal to 4. അപ്പോൾ നമുക്കിവിടെ ഓപ്പറേഷൻ മൈനസും പ്ലസും യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 3 മൈനസ് 5 മൈനസ് 2, ഇവിടെ മൈനസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഓപ്പറേഷൻസ് അതായത് എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യാം. പലർക്കും കിട്ടുന്ന എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആകുന്നതനുസരിച്ച് വാല്യൂ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഓൾറെഡി 2 മൈനസ് 3 പ്ലസ് 5 ഇവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ സൈൻ തിരിച്ചു കൊടുത്തൊന്ന് ചെയ്താലോ? 2 പ്ലസ് 3 മൈനസ് 5. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 2 പ്ലസ് 3 5, 5 മൈനസ് 5 0. അപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടി. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് എങ്ങനെ ചെയ്യാം? 2 മൈനസ് 3 പ്ലസ് 5, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 2 മൈനസ് 3 പ്ലസ് 5 ഈസ് 8. 2 മൈനസ് 8 നമുക്ക് -6 എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരെണ്ണം നമുക്ക് ചെയ്യാം. 5 പ്ലസ് 3 മൈനസ് 2. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, പക്ഷേ ഈ നമ്പേഴ്സും പ്ലസും മൈനസും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെന്ത് വരും? ഇസ് ഈക്വൽ ടു 5 പ്ലസ് 3 മൈനസ് 2 ഈസ് 1, ദാറ്റ് ഈസ് 6 എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് ചെയ്യാം. -2 പ്ലസ് 3 മൈനസ് 5. 2ന് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തു. പ്ലസ് 3 മൈനസ് 5, ഇത് രണ്ടും നമുക്ക് അങ്ങ് ബ്രാക്കറ്റ് ഇടാം. -2 പ്ലസ് 3 ഈസ് 1, 1 മൈനസ് 5 ഈസ് -4. ഇതേപോലെ ഒത്തിരി എക്സ്പ്രഷൻസ് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചെയ്യാം. ആൻസർ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വെന്നെവർ ജശോദ ഹാസ് ടു സബ്ട്രാക്ട് 9 ഫ്രം എ നമ്പർ, ഷീ സബ്ട്രാക്ട്സ് 10 ആൻഡ് ആഡ് 1 to 8. അതായത് ഒരു സംഖ്യയിൽ നിന്ന് 9 കുറയ്ക്കേണ്ടി വരുമ്പോഴെല്ലാം ജശോദ ആ സംഖ്യയിൽ നിന്ന് 10 സബ്ട്രാക്റ്റ് ചെയ്യുകയും അതിലേക്ക് 1 ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഡു യു തിങ്ക് ഷീ ഓൾവേസ് ഗെറ്റ്സ് ദി കറക്റ്റ് ആൻസർ? വൈ? അപ്പോൾ എപ്പോഴും അവൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സബ്ട്രാക്ട് 9 ഫ്രം എ നമ്പർ, അതായത് ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് 9 സബ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. അപ്പോൾ ഇവിടെ 36 മൈനസ് 9 എന്ന് നമുക്ക് എടുക്കാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ 36 മൈനസ് 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 27 എന്ന് കിട്ടും. അപ്പോൾ അവൾ എന്താ ചെയ്യുക? ആ സമയത്തെല്ലാം ആ സംഖ്യയിൽ നിന്ന് 10 സബ്ട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ എന്തെഴുതാം? 36 മൈനസ് 10 പ്ലസ് 1. ഇങ്ങനെ ചെയ്താലും ഉത്തരം ശരിയാണോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 36 മൈനസ് 10 ഈസ് 26, 26 പ്ലസ് 1 ഈസ് 27. അപ്പോൾ രണ്ട് മെത്തേഡിൽ ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടി? ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടി. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. ഇനി വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് 9 സബ്ട്രാക്റ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? 10 സബ്ട്രാക്റ്റ് ചെയ്തിട്ട് 1 ആഡ് ചെയ്തു. അപ്പം -10 പ്ലസ് 1 എന്ത് തന്നെയാണ്? -9 തന്നെയാണ്. മുകളിൽ 9 സബ്ട്രാക്റ്റ് ചെയ്തു. രണ്ട് മെത്തേഡിൽ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? സെയിം ആൻസർ തന്നെയാണ് കിട്ടുക ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷീ വിൽ ഓൾവേസ് ഗെറ്റ് ദി കറക്റ്റ് ആൻസർ if she subtract 10 from a number and then add 1 to the
റിസൾട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ്ലി സബ്ട്രാക്റ്റിംഗ് 9 ഫ്രം ദി നമ്പർ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്പറിൽ നിന്ന് 9 സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ, ആദ്യം 10 സബ്ട്രാക്റ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ അല്ലേ. ബിക്കോസ് സബ്ട്രാക്റ്റിംഗ് 10 ആൻഡ് ആഡിങ് 1 ദാറ്റ് ഈസ് -10 + 1 ഈസ് ഈക്വൽ ടു -9 ഈസ് ഈക്വൽ ടു സബ്ട്രാക്റ്റിംഗ് 9 ഫ്രം എ നമ്പർ. ഇതെന്തിന് ഈക്വലാണ്? 9 നമ്പറിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് ഈക്വലാണ്. മനസ്സിലായല്ലോ? അതാണ് റീസൺ. രണ്ടും സെയിം ആണ് വരിക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ 9th ക്വസ്റ്റ്യൻ ഈ ഫിഗർ ഇറ്റ് ഔട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺസിഡർ 2 എക്സ്പ്രഷൻ 73 - 14 + 1 ആൻഡ് 73 - 14 - 1. ഫോർ ഈച്ച് ഓഫ് ദീസ് എക്സ്പ്രഷൻസ് ഐഡൻറ്റിഫൈ ദി എക്സ്പ്രഷൻസ് ഫ്രം ദ ഫോളോയിങ് കളക്ഷൻ ദാറ്റ് ആർ ഈക്വൽ ടു ഇറ്റ്. അപ്പോൾ ഇവിടെ 2 എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഏതൊക്കെ എക്സ്പ്രഷനാണ് ഇതിനോട് ഈക്വൽ ആകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മുകളിലത്തെ എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 73 - 14. 73 - 14 ഈസ്, അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 73 + 1 ചെയ്യുമ്പം 74 കിട്ടും. 74ൽ നിന്ന് 14 സബ്ട്രാക്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്തായിരിക്കും കിട്ടുക? 73 - 14 ചെയ്താൽ ഇവിടെ 6 ആകും, ഇവിടെ 13. 13 - 4 ഈസ് 9. 6 - 1 ഈസ് 5. 59 എന്ന് കിട്ടി. 59ൽ നിന്ന് വീണ്ടും 1 സബ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ 58 എന്ന് കിട്ടും. ഇതിന് നമുക്ക് 58 എന്നും കിട്ടി. ഇനി നമ്മൾ താഴെയുള്ള എക്സ്പ്രഷൻസ് നോക്കി അതിന് കറക്റ്റായിട്ട് വരുന്ന ഈക്വലായിട്ട് വരുന്നത് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാൽ 73 - 14 + 1 എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 73 - 15 എന്ന് കിട്ടി. 73 - 15 ഈസ് 58. അടുത്തത് ഇതെന്ത് വരും? 73 - 14 - 1 ഈസ് 13. അപ്പോൾ 73 - 13 ഈസ് 60. അടുത്തത് 73 + -14 + 1 ദാറ്റ് ഈസ് -13. അപ്പോൾ 73 + -13, ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടുന്നു. അപ്പോൾ 73 - 13 ഈസ് 60. ബിഗിൻ്റെ സൈൻ പോസിറ്റീവാണ്. അടുത്തത് 73 + -14 - 1 ദാറ്റ് ഈസ് -15. 73 - 15 എന്ത് വരും? 58. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിന് നമുക്ക് 58 എന്ന് കിട്ടി. രണ്ടെണ്ണം നമുക്ക് 60 എന്നും കിട്ടി. അപ്പോൾ 73 - 14 + 1 ഈക്വലായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? സിയും ബിയും. ബി ആൻഡ് സി ആണ് ഈ ഫസ്റ്റ് വണ്ണിന് ഈക്വലായിട്ട്, ഫസ്റ്റ് എക്സ്പ്രഷന് ഈക്വലായിട്ട് വരുന്നത്. അടുത്ത എക്സ്പ്രഷൻ ഈക്വലായിട്ട് വരുന്നത് എയും ഡിയുമാണ്. അടുത്തതിന് ഈക്വലായിട്ട് വരുന്നത് എ ആൻഡ് ഡി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ്പ്രഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, അതിനുശേഷം താഴെ തന്നിട്ടുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് ഇതിനോട് ഈക്വലായിട്ട് വരുന്നതെന്ന് നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. ഹെൻസ് എക്സ്പ്രഷൻ ബി ആൻഡ് സി ആർ ഈക്വൽ ടു ദി എക്സ്പ്രഷൻ 73 - 14 + 1 ആൻഡ് എക്സ്പ്രഷൻ എ ആൻഡ് ഡി ആർ ഈക്വൽ ടു ദി എക്സ്പ്രഷൻ 73 - 14 - 1. ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ലാസ്റ്റിൽ എഴുതിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.